കുറച്ച് ദിവസമായി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റഹീമിനെ മോചിപ്പിക്കാൻ വേണ്ടി ഒരു 47 കോടി സമാഹരിച്ചായിരുന്നല്ലോ. നമ്മൾ മനസ്സിലാക്കിയത് ഒരു 34 കോടിയോ മറ്റോ ചെലവായിട്ടുള്ളൂ. ബാക്കി 13 കോടി എന്താ ചെയ്യാൻ പോകുന്നത്? വല്ലാത്തൊരു ചോദ്യമാണല്ലോ. അല്ല, ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു 13 കോടി മിച്ചമുണ്ടെന്ന്. എന്താ ചെയ്യണേന്ന് പറയാൻ എനിക്കല്ല അവകാശം. ഞാൻ 1 കോടി കൊടുത്തെങ്കിലും 34 കോടിക്ക് പകരം 47 കോടി തന്ന ജനങ്ങളുണ്ട്. അത് തന്നവർക്കാണ് അതെന്ത് ചെയ്യണമെന്ന് പറയാൻ അവകാശം. അപ്പൊ അതിനെക്കുറിച്ച് ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സംഘടനകളും ചില ചാനലിനൊക്കെ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ബോച്ചെ ബാക്കി പൈസ എവിടെ? അപ്പൊ ഞാൻ പറഞ്ഞു, പൈസ എൻ്റെ കയ്യിലില്ല. ഞാൻ QR കോഡിൽ അയച്ചു കൊടുപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഞാൻ ഫസ്റ്റ് ഡേ ബോച്ചെ യാചകയാത്ര തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി ഒരു ബോക്സായിട്ട് തെണ്ടാൻ തുടങ്ങി. 2-3 മണിക്കൂർ ബോച്ച 1 കോടി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. കറക്റ്റ് 1 കോടി കൊടുത്തോ? പറയാം. 70,000 രൂപ, ആ ചോദ്യത്തിന് മറുപടി എടുത്ത് പറയാം. 70,000 രൂപ കളക്ട് ചെയ്തു. അപ്പോഴേക്കും ബോച്ചെ ഫാൻസ് എന്ന് പറഞ്ഞ പല ജില്ലകളിലും ഡ്യൂപ്ലിക്കേറ്റ് ആൾക്കാർ കളക്ഷൻ എടുക്കാൻ തുടങ്ങി. ഉടൻ ഞാൻ നിർത്തിച്ചു, കളക്ഷൻ നിർത്തി, കാശെടുക്കുന്ന പരിപാടി വേണ്ടെന്ന് വെച്ചു. പകരം ഈ റഹീം നിയമസഹായ കമ്മിറ്റിക്ക് അക്കൗണ്ട് ഉണ്ട്. അതിന്റെ QR കോഡ് അടിമ പിടിച്ചിട്ടാണ് പിന്നെയുള്ള എല്ലാ ജില്ലകളിലും ബോച്ചെ ഫാൻസ് യാത്ര അങ്ങനെ കളക്ട് ചെയ്ത് അവർക്ക് കൊടുത്തു. അതിനുശേഷം എത്ര വന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും കണ്ടെത്തൂല്ല, ചോദിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഏകദേശം ആളുകളൊക്കെ പറയുന്നത് ബോച്ചയ്ക്കാണല്ലോ ഉത്തരവാദിത്വം എന്നാണല്ലോ. ഉത്തരവാദിത്തം ഉണ്ട്. എന്താ ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ അബ്ദുറഹീമിനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നടപ്പിലാക്കിയ ഉത്തരവാദിത്തം. ക്യാഷ് ഒരു ടച്ചും പരിപാടികളൊന്നുമില്ല. പിന്നെ നിങ്ങൾ ചോദിച്ചത് ഇപ്പൊ 1 കോടി ബോച്ച 1 കോടി കൊടുത്തോ? 1 കോടി കൊടുത്തല്ലോ. അത് ഓപ്പണായിട്ട് കൊടുത്തത്. ഞാൻ ചെക്ക് പാണക്കാടിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ എല്ലാവരും ഉള്ളപ്പോഴാണ് പോയിട്ട് കൊടുത്തത് 1 കോടി. അതേപോലെ വലിയ തുക ആരെങ്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ടോ? എനിക്കറിയില്ല. ഞാൻ 1 കോടി കൊടുത്തു പലരുമായിട്ടുള്ള. അത് എത്ര വലിയ എമൗണ്ട് വേറെ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞ ഇതിന്റെ അക്കൗണ്ട് കാര്യങ്ങളായിട്ട് ഒരു ബന്ധവും നമുക്കില്ല. നമ്മള് ഇറങ്ങി തിരിച്ചു.